ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൊന്നാങ്കണ്ണി ചീര നമ്മൾ നടുവാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം മതി. അത് നമ്മൾ നടുവാന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷത്തിൽ 365 ദിവസവും നമുക്ക് ചീര കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചീര നട്ടേക്കുന്നതൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് എല്ലാം കൃഷി വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും പാചകത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇനം വിത്തുകൾ വാങ്ങിക്കാം. കൂടാതെ കോംബോ ഓഫറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഓണത്തിൻ്റെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിത്തുകളും നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വരിക, ക്ഷമയോടെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി. അങ്ങനെ പടർന്നങ്ങ് കിടക്കുകയാണ്, കണ്ടോ, ഇഷ്ടം പോലെ പടർന്ന് കിടപ്പുണ്ട്. അപ്പം എല്ലാ സമയത്തും നമുക്ക് ഇതിനെ ഭക്ഷ്യയോഗ്യമാക്കാവുന്നതാണ്. മഴക്കാലമായാലും വേനൽക്കാലമായാലും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഈ ഇലയ്ക്ക് അങ്ങനെയുള്ള ഒരു ദോഷഫലങ്ങളും ഇല്ല. നല്ല ഗുണമുള്ള ഇലയാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. അപ്പം വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ നമുക്കത് നട്ടുപിടിപ്പിക്കാം. അപ്പം ഇത് വളരുന്ന സാഹചര്യം അനുസരിച്ച് ഇതിൻ്റെ ഇലയുടെ കളറിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലയ്ക്ക് ഒരു റെഡ് കളറായിട്ട് മാറും, റെഡ് ബ്രൗൺ കളറായിട്ടൊക്കെ മാറും. ഇത് കണ്ണിന് പൊന്നായ ചീര എല്ലാ വീട്ടിലും നട്ടുപിടിപ്പിക്കേണ്ടതാണ്. എനിക്കൊരു കൊച്ച് തൈ കിട്ടിയതാണ്, ഞാൻ അതാണ് ഇത്രയും ആക്കിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇതിന് ആൾക്കാരുണ്ട് കേട്ടോ വാങ്ങിക്കാനായിട്ട്. നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ ഇത് നമ്മളത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് പൊന്നാങ്കണ്ണി ഓരോരോ കപ്പിനകത്തോട്ട് നട്ടുപിടിപ്പിക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ മണ്ണെടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ സ്വല്പം നമ്മുടെ സൂപ്പർ മീലും കൂടെ അതിനകത്തിട്ട് ഇളക്കാമെന്ന് കരുതി. പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും വേണമെന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സമാധാനം നല്ലതുപോലെ തഴച്ച് വളർന്ന് കയറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വളമൊക്കെ ഇട്ടിട്ട് ഇനി നല്ലതുപോലെ വെട്ടിയടുപ്പിച്ചിട്ട് നമുക്ക് ഓരോ പോട്ടിനകത്തോട്ട് ഈ മണ്ണ് നിറയ്ക്കാം. നമ്മുടെ മണ്ണും വളവും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് പോട്ടിനകത്തോട്ട് നിറയ്ക്കാൻ. അപ്പോൾ ഏത് പച്ചക്കറികൾ നമ്മൾ നടുമ്പോഴും ഇങ്ങനെ നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല തഴപ്പോടുകൂടി നമ്മുടെ പച്ചക്കറികളൊക്കെ വളർന്നു കയറി വരും. അപ്പം നമ്മുടെ പോട്ടിനകത്ത് എല്ലാം മണ്ണ് നിറച്ച് വെച്ചിരിക്കുകയാണ്, കണ്ടല്ലേ. ഇതിനകത്തിനെല്ലാം നമുക്കതിൻ്റെ തണ്ടുകൾ കുത്തി വയ്ക്കണം. ഇത് ഇത്രയും ഡിമാൻഡ് നമുക്ക് തോന്നിയത് ഇപ്പം ഒരിടത്തുനിന്ന് ഒരു ആയുർവേദ ഡോക്ടർ വന്നിട്ട് അവർക്ക് പൊന്നാങ്കണ്ണി ചീര വേണമെന്ന് പറഞ്ഞ് തേടി പിടിച്ചുകൂടെ വന്ന് അവർക്ക് എന്തോ മരുന്നുണ്ടാക്കി എവിടെയോ കൊടുത്തയക്കാനായിരുന്നു. അപ്പോൾ അന്നേരമാണ് നമുക്ക് ഇതിന് ഇത്രയും ഗുണമുള്ളതാണെന്നും പ്രയോജനപ്പെടുന്നതാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി കുറേ ആൾക്കാർ ഇതൊക്കെ നട്ടുപിടിപ്പിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓരോ തണ്ട് ഇങ്ങനെ നമ്മുടെ പോട്ടിനകത്തോട്ട് നട്ടാൽ മതി കേട്ടോ. ചെറിയൊരു തൈ ആയാലും അത് നന്നായിട്ട് അങ്ങ് പടർന്നങ്ങ് വന്നോളും. അത് പടർന്ന് വരുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും അതിനെ ഒടിച്ച് നടുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നമുക്കിതൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാട് പോലെ അങ്ങ് വളർന്നോളും. ഇത്രയും മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ചീരയാണെന്ന് നമ്മൾ ആ ആയുർവേദ ഡോക്ടർ വന്നപ്പോഴാണ് ശരിക്കും അറിയുന്നത്. തോരൻ വെച്ചാലും മറ്റുള്ള ചീരയേക്കാളും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ കൊച്ചു പിടി വീതം എടുത്തിട്ട് അതിനകത്തോട്ട് നട്ടു കൊടുക്കും. നമ്മുടെ വീട്ടിലെ ഗ്രോ ബാഗുകൾ, ചാക്കുകൾ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നമുക്ക് നട്ടു പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഡെയിലി നമുക്ക് ഇലത്തോരൻ കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ നട്ടു വയ്ക്കാം. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ എന്നുണ്ടെങ്കിൽ ഈ പൊന്നാങ്കണ്ണി ചീര ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ദിവസം ഒരു 10 എണ്ണമെങ്കിലും നമ്മുടെ സൈറ്റിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം നമ്മളങ്ങോട്ട് ഇടുന്നത് മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ. പെട്ടെന്ന് അത് സെയിലായി പോവുകയാണ്. അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഇഷ്ടംപോലെ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീര എല്ലാം ഒരിടത്താക്കി കേട്ടോ, പോട്ടിനകത്ത് നട്ടു. ഇനി ഇവിടെ കുറേ ഗ്രോ ബാഗ് ഇരിപ്പുണ്ട് കേട്ടോ. അതിനകത്തെല്ലാം നമ്മുടെ പഴയ ചീരകൾ പൂത്തൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇനി പറിച്ച് മാറ്റിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ അതിനകത്തിന് നടണം.
അപ്പം പൊന്നാങ്കണ്ണി എല്ലാം നട്ട് നമ്മുടെ അധികം മഴ പെയ്യാത്ത സ്ഥലത്തോട്ട് ഷെയ്ഡിലോട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് വേരൊക്കെ പിടിച്ചതിന് ശേഷം ഇനി അതിനെ വെയിലത്തോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തണ്ടുകൾ ഒടിച്ച് നമുക്ക് ഒരു പണ കോരിയിട്ട് അതിനകത്തോട്ട് നടാം. അതല്ല പിന്നെ എന്തെങ്കിലും കവറുകളോ ചാക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തോട്ട് നടാവുന്നതാണ്. അതെല്ലാം പോട്ടിനകത്ത് നടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടാം. പല രീതിയിൽ എങ്ങനെ നട്ടാലും ഇത് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അത്യാവശ്യം പിന്നെ ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തഴച്ച് കയറി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ടൂടെ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഞാൻ മിനി. നന്ദി, നമസ്കാരം.